വിപണിയിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെയാണ് വിപണി നൽകിയിരിക്കുന്നത്. 21,605.8 എന്നൊരു റേഞ്ച് നിലനിർത്തിക്കൊണ്ടായിരുന്നു വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. നിലവിൽ നോക്കുകയാണെങ്കിലും 21,608.8 എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഇന്ന് വിപണിയെ സംബന്ധിച്ചിട്ട് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ബോർഡിൽ നിന്ന് തിരികെ ബുൾസിന് വിപണിയെ റിക്കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? അല്ല, നമ്മൾ നിഫ്റ്റി 50, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ്, നിഫ്റ്റി IT ഇൻഡെക്സ് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡിൽ ഇപ്പോഴും ഒരു പ്രോബ്ലം കാണുന്നില്ല. ഇതിന്റെ ഒരു പ്രോബ്ലം മൈ കൺസേൺ എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ 26 ശേഷം നമ്മൾ നിഫ്റ്റി 50, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഒന്നും തന്നെ കാര്യമായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ്, കാര്യമായിട്ടൊരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് ഒന്നും തന്നെ കണ്ടിട്ടില്ല. ഇന്നിപ്പോ നമ്മൾ സംസാരിക്കുമ്പോൾ ജനുവരി 4 കഴിഞ്ഞു. And ഏത് ദിവസം മുതൽ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇസ് ദാറ്റ് ഓരോ കമ്പനികളും അതിന്റെ ക്വാർട്ടർലി റിസൾട്ട്സ് അനൗൺസ് ചെയ്ത് തുടങ്ങും. ആ ക്വാർട്ടർലി റിസൾട്ട്സ് ഒത്തിരി വരാൻ തുടങ്ങാൻ പോകുന്നത് ഫ്രം ജനുവരി 12 മുതലായിരിക്കും. സോ അതിന്റെ ഒരു മുന്നോടിയായിട്ട് വി ഹാവ് ഗോട്ട് ടു ബി വെരി വെരി കെയർഫുൾ. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നിഫ്റ്റി 50 മേജർ സ്റ്റോക്സിൽ ഒന്നും തന്നെ എനിക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. സോ ഇന്നിപ്പോ വീണ്ടും മാർക്കറ്റിൽ ഒരു മുന്നേറ്റം കാണുന്നതിനെ തുടർന്ന് നമ്മുടെ കൈവശം ഓൾറെഡി എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ക്ലോസ് ചെയ്യാനോ അതിനെ മാനേജ് ചെയ്യാനോ ഒരു അവസരം കൂടെ ലഭിക്കുന്നതായിട്ടാണ് ഞാൻ ഇതിന് വിലയിരുത്തുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുന്ന സമയത്ത് 47,755 എന്ന റേഞ്ചിൽ ഇപ്പോൾ ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓപ്പണിംഗിൽ ഒരു 47,796 എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ചോദിക്കുന്നതോടൊപ്പം തന്നെ ധാരാളം ബാങ്കിങ് സ്റ്റോക്കുകളെ കുറിച്ച് പ്രേക്ഷകരൊക്കെ തന്നെ ക്വറീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അത്തരം സ്റ്റോക്കുകളെ കുറിച്ച് ഞാൻ അറിയാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഫെഡറൽ ബാങ്ക്, ആക്സിസ് ബാങ്ക്, യെസ് ബാങ്ക് മുതലായിട്ടുള്ള ബാങ്കിങ് സ്റ്റോക്കുകളിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു സ്റ്റാൻസും കൂടി സർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഈ ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ദ ലോങ് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലെ മേജർ റെസിസ്റ്റൻസ് അതിന്റെ ഓൾ ടൈം ഹൈ ജസ്റ്റ് അബൌവ് 48,800 പോയിന്റ്സിന്റെ തൊട്ട് മുകളിൽ നമുക്ക് ആ ഒരു മേജർ റെസിസ്റ്റൻസ് കാണാൻ 48,800 തൊട്ട് മുകളിൽ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ തിരിച്ച് അണ്ടർടോൺ വളരെ ശക്തമാകത്തുള്ളൂ. ഇന്നിപ്പോ ട്രേഡിംഗ് ഇറ്റ് ഈസ് അറൌണ്ട് 47,875 ലെവൽ. സോ ഈ ലെവലിൽ നിന്നും ടിൽ ദാറ്റ് 48,800 നമുക്കൊരു ട്രേഡിംഗ് റേഞ്ച് കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് അറ്റ് ദി സെയിം ടൈം നമ്മൾ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 47,400 പോയിന്റ് ആയിരിക്കും ഇൻട്രാഡേക്ക് വേണ്ടി നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അറ്റ് ദ സെയിം ടൈം സ്പെസിഫിക് ബാങ്കിങ് സ്റ്റോക്സിലോട്ട് നമ്മളൊക്കെ ചെല്ലുമ്പോഴേക്കും ഇന്നിപ്പോ യൂണിയൻ ബാങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1% ഗെയിൻ കാണുന്നുണ്ട്. യൂണിയൻ ബാങ്കിന്റെ കേസിൽ ഒരു മേജർ റെസിസ്റ്റൻസ് 128, 132 കാണുന്നത്. HDFC ബാങ്ക് ഇന്ന് വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. HDFC ബാങ്കിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ്. എനിക്ക് തോന്നുന്നില്ല ഇന്ന് ലോ റിസ്കിൽ ഒരു ബൈയിങ് അതിൽ ട്രിഗർ ചെയ്യപ്പെടുമെന്ന്. കോട്ടക് ബാങ്ക് ആൻഡ് ICICI ബാങ്ക് നോക്കിക്കഴിഞ്ഞാലും ഇന്ന് വളരെ ഫ്ലാറ്റ് ആയിട്ട് തന്നെയാണ് ഓപ്പണിംഗ് നിമിഷങ്ങൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പൊ ആക്സിസ് ബാങ്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ആക്സിസ് ബാങ്കിൽ ഷോർട്ട് ടേമിന് വേണ്ടി ഇൻട്രാഡേക്കും നമുക്ക് ഇന്നൊരു ട്രേഡിംഗ് അവസരം ലഭിക്കും. കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ഈ ലെവല് ഇറ്റ് ഈസ് അറൌണ്ട് 1110. ഈ ലെവലിൽ നിന്നും അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് 1150, 1165 റേഞ്ചിലായിരിക്കും. ബട്ട് അങ്ങനെ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1095 രൂപയായിരിക്കാം നമ്മൾ സപ്പോർട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതിനോടൊപ്പം തന്നെ മറ്റ് 2 NBFCകളെ കുറിച്ചും കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് ജിയോ ഫിനാൻഷ്യൽ സർവീസസ് തന്നെയാണ്. കമ്പനി ഒരു മ്യൂച്വൽ ഫണ്ട് ബിസിനസ് ഇന്ത്യയിൽ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേപ്പേഴ്സൊക്കെ സെബിയിൽ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ മറ്റൊരു സ്റ്റോക്ക് PFCയെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ച് ഗുജറാത്ത് ഗവൺമെന്റുമായിട്ട് 25,000 കോടി രൂപയുടെ ഒരു പ്രൊജക്ടിന് ഒരു MOU ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ 2 സ്റ്റോക്കുകളെ സംബന്ധിച്ച് സാറിന്റെ റിവ്യൂ എന്താണ്? സോ ജിയോ ഫൈനാൻഷ്യൽ ഐ എം വെരി വെരി ബുള്ളിഷ് ലോങ് ടേമിന് വേണ്ടി.
ആൻഡ് ജിയോ ഫൈനാൻഷ്യലിന്റെ കേസിൽ എടുക്കുമ്പോഴേക്കും ഡിസംബർ തുടക്കത്തിൽ തന്നെ ഈ സ്റ്റോക്ക് 251 രൂപ എത്തിയതിനെ തുടർന്ന് ഇറ്റ് ഹാസ് ബീൻ അണ്ടർഗോയിങ് ഗുഡ് പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷൻ. സോ ജിയോ ഫൈനാൻഷ്യലിന്റെ കേസിൽ 225 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 250-255 അതിനെ തുടർന്ന് അതിന്റെ ഒരു ഓൾ ടൈം ഹൈ അറൌണ്ട് 265 റുപ്പീസ്, ആ ഒരു റേഞ്ചിലായിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഈ 265 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ then the long term trend വളരെ വളരെ ശക്തമാകും. രണ്ടാമത്തെ സ്റ്റോക്കിന്റെ പേര് ഒരിക്കൽ കൂടെ പറയാവോ? PFCയുടെ ഓഹരിയെ കുറിച്ചാണ് സർ ചോദിച്ചത്. പവർ ഫിനാൻസ് കോർപ്പറേഷൻ. So Power Finance Corporation, the long-term trend again continues to be very, very bullish. കഴിഞ്ഞ ആഴ്ച 420-25 ആ ഒരു റേഞ്ച് എത്തിയതിനെ തുടർന്ന് നമുക്ക് ഒരാഴ്ചയായിട്ട് അതിലൊരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ഷോർട്ട് ടേം ഇൻട്രാഡേക്ക് വേണ്ടി നമ്മൾ ട്രേഡിംഗ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 403 രൂപയായിരിക്കാം റെസിസ്റ്റൻസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ടത്. ആദ്യത്തെ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് 430 രൂപയിലായിരിക്കും വരാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ പക്ഷേ ഏറ്റവും അധികം നേട്ടം നൽകുന്ന ഓഹരികളിലൊന്ന് ബജാജ് ഫിനാൻസ് ആണ്. ബജാജ് ഫിനാൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ Q3 റിസൾട്ടിന് മുമ്പായിട്ടുള്ള ബിസിനസ് അപ്ഡേറ്റ് ഇന്നലെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. വളരെ മികച്ച ഒരു പാദഫലത്തിലേക്കാണ് ബിസിനസ് അപ്ഡേറ്റ്സ് ചൂണ്ടിക്കാട്ടുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കസ്റ്റമർ ഫ്രാഞ്ചൈസിയിലേക്ക് നോക്കുകയാണെങ്കിൽ വാർഷികാടിസ്ഥാനത്തിൽ ഏകദേശം 22% വർധന രേഖപ്പെടുത്തി 8.04 കോടിയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ പുതിയ കസ്റ്റമേഴ്സ് മൂന്നാം പാദത്തിൽ മാത്രം ഏകദേശം 38.5 ലക്ഷം കസ്റ്റമേഴ്സിനെയാണ് കമ്പനി പുതിയതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. അസറ്റ് അണ്ടർ മാനേജ്മെന്റിലേക്ക് നോക്കുകയാണെങ്കിലും വാർഷികാടിസ്ഥാനത്തിൽ 35% വർദ്ധിച്ച് 3.11 ലക്ഷം കോടി രൂപയായിട്ടും വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലോൺ ബുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ വാർഷികാടിസ്ഥാനത്തിൽ 26% വർദ്ധിച്ച് 98.6 ലക്ഷം കോടി രൂപയായിട്ടുണ്ട്. കമ്പനിയുടെ ഫണ്ടമെന്റൽസ് നോക്കുമ്പോൾ മൂന്നാം പാദത്തിൽ ഒരുപക്ഷെ മികച്ചൊരു റിസൾട്ട് തന്നെ ആയിരിക്കും എന്നൊരു സൂചന തന്നെയാണ് നൽകുന്നത്. ബജാജ് ഫിനാൻസിനെ പറ്റി സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ഓഹരിയിൽ നിക്ഷേപകർ ഇനി സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്തൊക്കെയാണ്? സോ ബജാജ് ഫിനാൻസിന്റെ കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തെ 8,200 രൂപയ്ക്ക് അടുത്തായിരുന്നു അതിന്റെ ഒരു ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് സ്റ്റോക്കിലെ ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷൻ കണ്ടിട്ടുണ്ട്. ആൻഡ് സിൻസ് ദെൻ ഒരു നവംബർ ഡിസംബർ മാസത്തിന് ശേഷം ഇറ്റ് ഹാസ് ബീൻ കൺസോൾഡേറ്റിംഗ്. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ തിരിച്ച് നമുക്ക് ലോ റിസ്ക് ബൈങ് അവസരം ലഭിക്കണമെങ്കിൽ സ്റ്റോക്ക് 7,500 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് കൺഫർമേഷൻ ലഭിക്കത്തുള്ളൂ ദാറ്റ് ദി ഷോർട്ട് ടേം ട്രെൻഡ് ഹാസ് അഗെയിൻ ബിക്കം ബുള്ളിഷ്. അങ്ങനെ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിനെ കുറിച്ചും കൂടി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു കമ്പനി അല്ലെങ്കിൽ ഈ ഒരു ബാങ്ക് കഴിഞ്ഞ ദിവസം ബിസിനസ് അപ്ഡേറ്റ്സുകൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിപ്പോസിറ്റിലാണെങ്കിലും അല്ലെങ്കിൽ ലോണിലാണെങ്കിലും ഡിസ്ബേഴ്സ്മെന്റിലാണെങ്കിലും നല്ലൊരു ഗ്രോത്ത് രേഖപ്പെടുത്താൻ വേണ്ടി കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. കാസ നോക്കുകയാണെങ്കിലും 24% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാസ റേഷ്യോ 25% രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ഇന്നത്തെ വിപണിയിൽ 4% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. 60 രൂപ റേഞ്ചിൽ ട്രേഡിംഗ് നടത്തുന്നുണ്ട്. കഴിഞ്ഞൊരു 1 ഇയറിലെ പെർഫോമൻസ് നോക്കുമ്പോഴും 98% ഒരു റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഉജ്ജീവൻ സ്മോൾ ഫിനാൻസിൽ ഇനി നമ്മൾ സ്വീകരിക്കേണ്ട ഒരു സ്റ്റാൻസ് എന്താണ്? So Ujjivan Small Finance Bank in the long term and short term trend is bullish. എങ്കിൽ പോലും സ്റ്റോക്കിന് വളരെ സ്ട്രോങ് മേജർ റെസിസ്റ്റൻസ് അതിന്റെ ഓൾ ടൈം ഹൈ 63 രൂപയിൽ കാണുന്നുണ്ട്. സോ കഴിഞ്ഞ ഒരാഴ്ച 10 ദിവസമായിട്ട് നീണ്ടു നിന്ന ഒരു കൺസോൾട്ടേഷന് ശേഷം ഇന്ന് സ്റ്റോക്ക് നമുക്ക് നൽകിയിരിക്കുന്നത് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോ. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ മെയിൻറ്റെയിൻ. ബട്ട് ഈ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനെ തുടർന്ന് നമുക്ക് ഇന്നൊരു ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല.
സർ, അതിനോടൊപ്പം തന്നെ ബാങ്കിങ് മേഖല ഇൻഡസിൻ ബാങ്കുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു വിലയിരുത്തൽ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. കമ്പനിയുടെ കഴിഞ്ഞ ദിവസം ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. വളരെ മികച്ച പാദഫലം തന്നെയാണ് കമ്പനിക്ക് ഉണ്ടാവുക എന്ന് തന്നെയാണ് വിവിധ ബ്രോക്കറേജുകൾ ഇപ്പോൾ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മോർഗൻ സ്റ്റാൻലി, സിറ്റി, ജെഫ്രീസ് തുടങ്ങിയ പല ഓഹരികളും ടാർഗറ്റ് പ്രൈസിൽ വളരെ വലിയൊരു കൂടുതലായിട്ട് അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഡസിൻ ബാങ്കിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയിട്ടാണ് ഇൻഡസ്ട്രിയിൽ കാണുന്നത്. ഒരു വീക്ക്നെസ്സും സ്റ്റോക്കിൽ കാണുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്ന 1622 രൂപയിലായിരിക്കും. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ വി ക്യാൻ അഗെയിൻ സി എ ഷോർട്ട് ടേം സർജ് ഇൻ ദ സ്റ്റോക്ക്. ബട്ട് ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ ഈ കറന്റ് ലെവൽസിൽ ഒരു ലോ റിസ്ക് ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. മറ്റൊരു സ്റ്റോക്ക് ഞാൻ ഇന്ന് ചോദിക്കുന്നത് പവർ ഗ്രിഡിനെ കുറിച്ചാണ്. പവർ ഗ്രിഡ് ഇന്നത്തെ വിപണിയിൽ 1.5% നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ സമീപകാലത്ത് തന്നെയാണ് ഈ ഒരു ഓഹരി 52 വീക്ക് ഹൈ എന്നുള്ളൊരു ഉയരത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞൊരു 1 വീക്ക് ആയിട്ടും ഈ ഒരു ഓഹരിയിൽ നല്ലൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മീൻസ് ഒരു 8% റിട്ടേൺ കഴിഞ്ഞൊരു 1 മന്ത് ആയിട്ട് ഈ ഒരു സ്റ്റോക്കിന് നൽകാൻ സാധിക്കുന്നുണ്ട്. പവർ ഗ്രിഡിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു ഔട്ട്ലുക്ക് എന്താണ്? ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയിട്ട് തന്നെ തുടരുന്നു. സ്റ്റോക്കിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ബുള്ളിഷ് ട്രിഗർ 239 രൂപയായിരിക്കണം. 239 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 245 അതിനെ തുടർന്ന് 250 രൂപയിലും ആയിരിക്കും. ആൻഡ് നമ്മളൊരു ഇൻട്രാഡേ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം ട്രേഡിന് വേണ്ടി പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. ബട്ട് അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 234 രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യുക. സർ, അതിനോടൊപ്പം തന്നെ മറ്റൊരു PSU കമ്പനിയിലെ കൂടെയാണ് സാറിന് ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടാണ് സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹഡ്കോയിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 3.39% വലിയൊരു മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. 131.1 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് പോകുന്നത്. ഓഹരിയുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിലും ഡിസംബർ 28 ഒരു സർവകാല ഉയരമായിട്ടുള്ള 136.8 എന്നൊരു റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഹഡ്കോയെ സംബന്ധിച്ച് സാറിന്റെ ഒരു മുന്നോട്ടേക്കുള്ള വ്യൂ എന്താണ്? സോ ഹഡ്കോയുടെ കാഴ്ചപ്പാട് വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് സ്റ്റോക്കിൽ കഴിഞ്ഞ 4 സെഷൻസ് ആയിട്ട് വി ആർ സീയിങ് എ കൺസോൾട്ടേഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് ഹാപ്പനിങ്. സ്റ്റോക്കിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ലെവല് 2 റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് സാധിക്കുന്നത്. നമ്മളൊരു അല്പം എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ ദിസ് ഇസ് പ്യോർലി ഫോർ ഷോർട്ട് ടേം. നമുക്ക് കറന്റ് ലെവൽസ് 130, 131 ഈ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാം. അങ്ങനെ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 122 രൂപ. സെക്കൻഡ് മേജർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു എൻട്രി ലെവൽ നമുക്ക് ലഭിക്കുന്നത് സ്റ്റോക്ക് 135 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ. 135ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അടുത്ത മേജർ ടാർഗറ്റ് എന്ന് പറയുന്ന ആദ്യത്തെ 147, 147ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ 152, അതിനെ തുടർന്ന് 160 രൂപയിലോ ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഒപ്പം ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചും ഇന്നത്തെ വിപണിയിൽ ഒരു 2% നേട്ടത്തിലാണ് വ്യാപാരം ചെയ്യുന്നത്. കമ്പനിയെ സംബന്ധിച്ചും ഇംപ്രസീവ് ആയിട്ടുള്ള ബിസിനസ് നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. 14% ഒരു വളർച്ചയാണ് അവരുടെ ടോട്ടൽ വോളിയം പ്രൊഡക്ഷനിൽ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ഇലക്ട്രിസിറ്റി വോളിയം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു 8%-ലധികം ഒരു വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ ഒരു ഡിസംബർ ക്വാർട്ടറിൽ നല്ല നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒപ്പം തന്നെ പ്രമുഖ ബ്രോക്കറേജ് ആയിട്ടുള്ള UBSും ഇപ്പോൾ കമ്പനിക്ക് അവരുടെ ടാർഗറ്റ് പ്രൈസ് ഒക്കെ തന്നെ ഉയർത്തിയിട്ടുണ്ട്. ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിനെ സംബന്ധിച്ച് സാറിന്റെ റിവ്യൂ എന്താണ്? ഇന്ത്യൻ എനർജി സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് കഴിഞ്ഞ ഒരു 3-4 ആഴ്ചക്കിടെ ഈ സ്റ്റോക്കിൽ നമുക്കൊരു റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻഫാക്ട് ഒക്ടോബർ അവസാനം ഈ സ്റ്റോക്കിന്റെ ട്രേഡിംഗ് നടന്നു വന്നത് വെറും 120 രൂപയിലായിരുന്നു. ആൻഡ് കഴിഞ്ഞ ആഴ്ച ഈ സ്റ്റോക്ക് 170 രൂപ വരെ നമുക്ക് നേട്ടം നൽകിയിരുന്നു. സിൻസ് ദെൻ സ്റ്റോക്കിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിട്ടുണ്ട്. പ്യോർലി ഷോർട്ട് ടേം
ട്രേഡിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 166 റുപ്പീസ്. 166 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 174, അതിനെ തുടർന്ന് 180, അതിനെ തുടർന്ന് 186 രൂപയിലും ആയിരിക്കും റെസിസ്റ്റൻസ്. അങ്ങനെ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 161 രൂപ 80 പൈസ ആയിരിക്കണം നമ്മുടെ സപ്പോർട്ട്. അതിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ നോക്കുന്ന ഐനോക്സ് ഗ്രീൻ എനർജിയിലേക്ക് വരുമ്പോൾ ഒരു സർവകാല ഉയരത്തിലേക്കാണ് ഓഹരി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഏകദേശം 7.61% നേട്ടം കൈവരിച്ച് 144.9 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു സർവകാല ഒരു 145.7 എന്നൊരു റേഞ്ച് ടച്ച് ചെയ്ത് റെക്കോർഡ് ചെയ്യാനും ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. ഐനോക്സ് ഗ്രീൻ എനർജി സർവീസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഒരു നിക്ഷേപകൻ ഈ ഒരു ഓഹരിയിൽ സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട സ്റ്റാൻഡ് എന്തൊക്കെയാണ്? സോ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഈ സ്റ്റോക്കിൽ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് വാല്യുവേഷൻസ് ആർ ലിറ്റിൽ ബിറ്റ് സ്ട്രെച്ച്ഡ് എന്ന് പറയുമ്പോഴേക്കും നിഫ്റ്റി 50, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലൊക്കെ ഒരു കറക്ഷൻ, പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് ഈ സ്റ്റോക്കിലും നമുക്കൊരു കറക്ഷൻ എക്സ്പെക്ട് ചെയ്യാം. ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ഇറ്റ്. ബട്ട് എവറി ഹൈ ലെവലിലോട്ട് എത്തുമ്പോഴും നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി ഒരുങ്ങണം. ഇന്നത്തെ നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 125 രൂപയുടെ സപ്പോർട്ടായിരിക്കണം. സർ, അതിനോടൊപ്പം തന്നെ ടാറ്റ മോട്ടോഴ്സിലേക്കുള്ള സാറിന്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഓഹരി ഇപ്പോൾ 1.49% നേട്ടത്തിൽ 793.1 എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സൂചികയിൽ ഓഹരിയിലേക്ക് നോക്കുകയാണെങ്കിലും ജനുവരി 2-ാം തീയതിയായിരുന്നു ഒരു വലിയ 804 എന്നൊരു സർവകാല ഉയരത്തിലേക്ക് എത്താൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? മോട്ടോഴ്സ് അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് അറ്റ് ദ മൊമെന്റ് വീക്ക്നെസ് ഒന്നും തന്നെ ഇല്ല. ബട്ട് ഇന്ന് നമ്മൾ കാലത്ത് മോർണിംഗ് ക്ലാസ്സിൽ സംസാരിക്കുന്നതിനിടെ ഞാൻ ചൂണ്ടിക്കാണിച്ച 2 ഓട്ടോ സ്റ്റോക്സ് ഉണ്ടായിരുന്നു. വൺ വാസ് M&M ആൻഡ് സെക്കൻഡ് വാസ് മാരുതി. ആ 2 സ്റ്റോക്സിലും കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളായിട്ട് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 ടാർഗറ്റ് സോൺസ്, ആദ്യത്തെ 830, പിന്നീട് 840, പിന്നീട് 850, 855. ആൻഡ് അങ്ങനെ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 775 ആയിരിക്കും. 775ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യരുത്. ആയിട്ട് താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുൻപ് റിയൽറ്റി സെക്ടറിന്റെ ഒരു വ്യൂ കൂടി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. മുന്നോട്ടേക്ക് വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള ഒരു സെക്ടറായിട്ട് നമുക്കിപ്പോൾ റിയൽറ്റി സൂചികയെ നമുക്ക് പരിഗണിക്കാൻ സാധിക്കുന്നുണ്ട്. റിയൽറ്റി സൂചികയിലെ ഓഹരികളെ പരിശോധിച്ച് നോക്കുകയാണെങ്കിലും ഭൂരിഭാഗം ഓഹരികൾക്കും നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും ശോഭയുടെ ഒക്കെ ഓഹരികളിൽ നല്ലൊരു മുന്നേറ്റം ഇന്നത്തെ വിപണിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. റിയൽറ്റി സെക്ടറിലെ സാറിന്റെ ഒരു ഔട്ട്ലുക്ക് എന്താണ്? ഒപ്പം തന്നെ റിയൽറ്റി സെക്ടറിനെ സംബന്ധിച്ച് നമുക്ക് പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുള്ള സ്റ്റോക്കുകൾ നിലവിലെ സാഹചര്യത്തിൽ ഏതൊക്കെയാണ്? ഗുഡ് ക്വസ്റ്റ്യൻ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളിപ്പോ റിയാലിറ്റി ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ഏറ്റവും അധികം നേട്ടം നൽകിയിരിക്കുന്ന ഇൻഡെക്സ് റിയാലിറ്റി. 3.5% എന്ന റിയാലിറ്റി ഇൻഡെക്സ് മുന്നോട്ട് കയറിയിരിക്കുന്നത്. ബട്ട് അഗെയിൻ ദ പ്രോബ്ലം വിത്ത് റിയാലിറ്റി വിൽ ബി നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു എൻട്രി അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു ഷോർട്ട് ടേം ട്രേഡിന് വേണ്ടി ട്രേഡേഴ്സ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ DLFന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 726. 726ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 750-760 രൂപ വരെ നമുക്ക് നേട്ടം എക്സ്പെക്ട് ചെയ്യാം. DLFന്റെ കേസിൽ 703 രൂപയായിരിക്കാം നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആൻഡ് വെൻ യു കം ടു ഓബറോയ് റിയാലിറ്റിയുടെ കേസിൽ നമുക്ക് ഇന്ന് ബുള്ളിഷ് ട്രിഗർ നിലനിൽക്കുന്നത് ഇറ്റ് ഇസ് അറ്റ് 1480. 1480ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1530 രൂപയിലായിരിക്കും. ആൻഡ് പിന്നീട് തേർഡ് സ്റ്റോക്ക് വിച്ച് ഐ ലൈക്ക് ഇൻ ദ റിയാലിറ്റി സ്പേസ് ഇസ്
ഗോദ്രേജ് പ്രോപ്പർട്ടി ഇന്നലെ വളരെ ശക്തമായിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കറന്റ് ലെവൽസിൽ തന്നെ ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. കറന്റ് ലെവൽസിൽ നിന്ന് അടുത്തൊരു മേജർ ടാർഗറ്റ് 2150, 2170 ആ ഒരു റേഞ്ചിലായിരിക്കും റെസിസ്റ്റൻസ് വരുന്നത്. ഈ സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 1980, 1980. യെസ് സർ. അവസാനമായിട്ട് ഇന്നത്തെ ഒരു വിപണിയിൽ സാറിന്റെ ഫോക്കസിലുള്ള ഓഹരികൾ ഏതൊക്കെയാണ്? അനില, അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ പറയുന്നത് പോലെ തന്നെ പുതിയതായിട്ട് മാർക്കറ്റിൽ ഒരു പൊസിഷനും എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കൈവശമുള്ള പൊസിഷൻസ് മാനേജ് ചെയ്യാനായിരിക്കും ഞാൻ എൻ്റെ ഫോക്കസ് മുഴുവൻ. ബിക്കോസ് ഈ റിസൾട്ട് സീസൺ അടുക്കും തോറും ഐ എം ബിക്കമിങ് ലിറ്റിൽ ബിറ്റ് കൺസേൺഡ്. കാര്യം മാർക്കറ്റിലെ ഒരു കറക്ഷനാണ് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന കറക്ഷൻ ഒരു ഡിസംബർ 3rd വീക്ക്, അറൌണ്ട് ജാനുവരി 3rd വീക്ക്, അതായത് അറൌണ്ട് ജാനുവരി 22nd അടുപ്പിച്ചായിരിക്കണം നമ്മൾ മാർക്കറ്റിലൊരു പീക്ക് പ്രതീക്ഷിക്കേണ്ടത്. ബട്ട് ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഇന്ന് മാർക്കറ്റ് തിരിച്ചൊരു അപ്വേർഡ് മൂവ്മെന്റ് കാഴ്ചവെക്കുന്നതിനെ തുടർന്ന് വി ക്യാൻ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ, ബട്ട് ബി വെരി വെരി കെയർഫുൾ വിത്ത് ന്യൂ ലോങ് പൊസിഷൻ.